ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ആവശ്യത്തിന് മാത്രം കുറഞ്ഞ അളവിൽ മസാലകൾ ചേർത്താണ് ഈ കറി റെഡിയാക്കിയിരിക്കുന്നത്. ഈ പാക്കറ്റിലുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. നമുക്കിതിൽ നിന്ന് 1 കപ്പ് ഗ്രീൻ പീസ് മതിയാകും. എന്നിട്ട് ടൊമാറ്റോ, സവാള, ആവശ്യത്തിന് ബട്ടറൊക്കെ വേണം. ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് 1-2 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. അപ്പോൾ അത് സോഫ്റ്റ് ആവും. നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അല്പം ബട്ടറും ചേർത്തിട്ട് ഹോൾ മസാല ചേർക്കാം. ഒരു ചെറിയ പീസ് പട്ടയും 3 ഗ്രാമ്പും ഒരു ഏലക്കയുമാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ ചെറുതായി കട്ട് ചെയ്ത സവാള ചേർക്കാം. ഇതൊരു വലിയ സവാള കട്ട് ചെയ്തതാണ്. ചെറിയ റെഡിഷ് കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് ചോപ്പ് ചെയ്ത ഒരു ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. അതൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് അതിലോട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത ടൊമാറ്റോ ചേർക്കാം. വലിയൊരു ടൊമാറ്റോയാണ് എടുത്തത്. ടൊമാറ്റോയുടെ പച്ചച്ചുവ മാറുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. നമുക്കിനി അതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും. നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല, ആദ്യമേ ഓൾ മസാല ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഫ്രോസൺ അല്ലാത്ത ഗ്രീൻ പീസ് തലേ ദിവസമേ വെള്ളം ഒഴിച്ച് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി നമുക്കത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പത്തിനോടൊപ്പം അതുപോലെ തന്നെ ചപ്പാത്തി ഇതിനോടൊപ്പം ഒക്കെ സൈഡായി കഴിക്കാൻ വളരെ രുചികരമാണ്. ഇനി നമുക്ക് അതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലവണ്ണം ഇറങ്ങാൻ വേണ്ടിയാണ്. ഇപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി. ഇനി നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ അല്പം മല്ലിയില കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർക്കാം. ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.